ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ക്യാരറ്റ് ഹൽവ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ക്യാരറ്റ് ഹൽവ തന്നെ നമുക്ക് പല രീതിയിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഞാനും ഇത് പല രീതിയിൽ തയ്യാറാക്കിയെടുക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ ടേസ്റ്റിയായി തോന്നിയ ഒരു രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഹൽവക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാരറ്റ് ഒന്ന് ചുരണ്ടി എടുക്കുകയോ അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ ഞാൻ ചെയ്യുന്ന പോലെ പൊടിച്ചെടുക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിത് പൊടിച്ചെടുക്കുകയാണ്. അതിനു വേണ്ടി ഗ്രൈൻഡറിലേക്ക് ക്യാരറ്റ് മുറിച്ചിട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് ചെറുതായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി 15 ക്യാരറ്റാണ് ഞാൻ പൊടിച്ചെടുത്തപ്പോൾ അതൊരു ബൗൾ ക്യാരറ്റ് പൊടിച്ചതുണ്ട്. ഇനി ഇതിൽ 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്തൊന്ന് വറുത്ത് കോരിയെടുക്കണം. ബാക്കിയുള്ള നെയ്യിലേക്ക് പൊടിച്ചെടുത്ത ക്യാരറ്റും ആവശ്യത്തിന് ഷുഗറും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഷുഗർ സിറപ്പിൽ തന്നെ ക്യാരറ്റ് 1/4 വേവിൽ വേവിച്ചെടുക്കണം. നമ്മൾ പൊടിച്ചെടുത്ത ക്യാരറ്റ് ഏത് പാത്രം കൊണ്ടാണോ അളവെടുത്തത് അതേ അളവ് പാത്രം കൊണ്ട് തന്നെ ഒരു പാത്രം മിൽക്കും എടുത്ത് നമുക്ക് ഈ ക്യാരറ്റ് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടി, ഒരു നുള്ള് ഉപ്പ് ഇത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിനു വേണ്ടി 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത പാലൊക്കെ ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. ഈ ക്യാരറ്റിൻ്റെ കൂട്ടിലേക്ക് നമ്മൾ ഈ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി അല്പം വെള്ളത്തിൽ കലക്കി അതും ഒന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് കുറുകി വന്നാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഈ ടൈമിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. ഇത് ചെറിയ തീയിൽ ഇളക്കിയെടുക്കണം, അതല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്കിത് കോരി കഴിക്കുന്ന പാകത്തിനുള്ള അളവിലാണ് ഈ ഹലുവ വേണ്ടതെങ്കിൽ നമുക്കിത് ഈ ടൈമിൽ പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോൾ തന്നെ ഇത് എടുക്കാവുന്നതാണ്. അല്പം എടുത്ത് വിരലിൽ വെച്ച് ഉരുട്ടി നോക്കുമ്പോൾ നമ്മുടെ വിരലിൽ ഒട്ടിപ്പിടിക്കുന്ന പാകത്തിലായിരിക്കും അപ്പോൾ ഈ ഹലുവ ഉണ്ടാവുക. ഈ വേവിലും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഹൽവ യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ പാകത്തിലുള്ള ഹൽവ ഒരു ദിവസത്തിൽ കൂടുതൽ വെച്ച് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. എനിക്ക് ഈ വേവിലുള്ള ഹൽവയേക്കാളും ടേസ്റ്റ് തോന്നുന്നത് നന്നായി വെന്ത് മുറിച്ചെടുക്കാൻ പാകത്തിനുള്ള ഹൽവയാണ്. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നുകൂടെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അല്പം എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ച് ഉരുട്ടി നോക്കിയാൽ കയ്യിൽ ഒട്ടാത്ത വിധം ഉരുട്ടിയെടുക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ചൂടോട് കൂടെ തന്നെ ഇതൊരു പാത്രത്തിലേക്ക് പരത്തി അല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ച് അലങ്കരിച്ച് ചൂടാറിയ ശേഷം മുറിച്ചെടുത്ത് യൂസ് ചെയ്യാം.